നമ്മൾ ഈ വീതം വെക്കും, സീരിയസ് ആയിട്ട് ചർച്ച നമ്മൾ ഈ ഭാഗം വെക്കും വീടുകൾ. കിണ്ടി ഗോളാമ്പി എണ്ണാറുണ്ടോ? അതങ്ങ് പോയി, അതിന്റെ വഴിക്ക് പോയി, അത്ര തന്നെ. ഇത് എത്രയേ ഉള്ളൂ, അത് അതിന്റെ വഴി പോയി. ശ്രീ മോൻസ് ജോസഫ് പറയും, എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഒളിച്ചോടി എന്ന് പറയാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു വാക്ക് പറയാം. അവിടെ സാധാരണഗതി ഞാൻ പറയണ്ടേ, വളരെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലമാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് എന്നുള്ള ആർക്കും അറിയില്ലാത്തത്. അദ്ദേഹം 2 പ്രാവശ്യം ഇന്ത്യൻ പാർലമെൻറ്റിലെ മെമ്പറായിരുന്നില്ലേ? അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആക്ഷേപത്തിൻ്റെ അംശം പോലും പറയാനുള്ള ധൈര്യം പോലും ആർക്കും ഉണ്ടായില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് നടക്കാൻ 4 ദിവസം മുമ്പെടുത്ത് ഒരു സാധനം, ഒരു കടലാസ് എടുത്ത് പൊക്കി കാണിച്ച് അങ്ങനെ ഒരാളുടെ വ്യക്തിത്വത്തെ തകർക്കാൻ നമുക്ക് കൂട്ടുനിൽക്കാൻ പറ്റുമോ? മാത്രമല്ല, അദ്ദേഹം ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ വിശദീകരിക്കും. ഇപ്പോഴല്ല, അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥി പര്യടനത്തിനാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ഇവിടെ വന്നേനെ. ഞങ്ങൾ അദ്ദേഹത്തെ കൂടി ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. അദ്ദേഹം പക്ഷേ സ്ഥാനാർത്ഥി പര്യടനമാണ്. ഈ പൊരിഞ്ഞ വെയിലത്ത് ആളുകൾ കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ. അതിട്ടിട്ട് പോരാനുള്ള മാനസികാവസ്ഥ ഇല്ലാതെ വന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ പറഞ്ഞു, അദ്ദേഹം സ്ഥാനാർത്ഥി പര്യടനം മുന്നോട്ട് കൊണ്ടുപോകട്ടെ, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ റിട്ടണായ ഒരു വിശദീകരണം പുറകെ വരും. അത് ഇതിൻ്റെ പിന്നാലെ.